ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നലെ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അമ്പലത്തിലെ പാട്ടൊക്കെ കേട്ട് ഞാനങ്ങ് പിന്നെ വീഡിയോ കട്ട് ചെയ്ത് പോയി. എന്തോ പറയാൻ വേണ്ടിയിട്ട് വന്ന് പറയേണ്ട അവിടെ വെച്ചങ്ങ് സ്റ്റോപ്പാക്കി പോയി. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ എത്തിയിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളായിട്ടൊക്കെ ഇന്ന് അമ്പലത്തിൽ നാല ഉത്സവമാണ്. മാലപ്പുറം വിളക്ക് തട്ടൊക്കെ ഉണ്ട്. എല്ലാം ഒരു 2-3 വർഷത്തേക്ക് മുന്നേ നമ്മളെ ഈ മുറ്റത്തൂടെയൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. നമ്മളെ വീടിൻ്റെ അതുവഴി മുറ്റത്തൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഇതുവഴി വരാനുള്ള സൗകര്യ കുറവുകൊണ്ടോ എങ്ങനെയോ അതിപ്പം മാറി. ഒരു 2-3 വർഷത്തേക്ക് മുന്നേ വേറെ സ്ഥലത്തൂടെയാണ് പോകുന്നത്. ഇതുവഴി പോയി ഞാൻ വീഡിയോ ലൈവൊക്കെ എടുത്ത് നിങ്ങളെ കാണിച്ചു തരായിരുന്നു. ഇപ്പോൾ വിളക്ക് തട്ട് കാണാൻ പോകണം. അപ്പോഴത്തേക്ക് ഒന്ന് വീഡിയോ എടുത്തിട്ട് പോകാമെന്ന് കരുതിയിട്ടാണ് ഞാൻ നിങ്ങളെ മുന്നിൽ എത്തിയത്. തിരക്കിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ പറ്റുമോ? അത് എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കാം, നോക്കട്ടെ. എവിടെയോ എത്തിയെന്ന് തോന്നുന്നു കേട്ടോ. വെടിക്കെട്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അമ്മയ്ക്കിന്ന് മാല ചാർത്തൽ കർമ്മമാണ്. ഇപ്പോൾ അമ്പലത്തിലെല്ലാം ഉത്സവമാണ് കേട്ടോ. എല്ലായിടവും ഉത്സവം. പിന്നെ ഇപ്പം നമ്മൾ കൊഞ്ചറോള ഉത്സവം, ഇവിടെ ഉത്സവം. ഇനിയിപ്പോൾ ഇവിടെ കഴിയുമ്പോഴത്തേക്കും നമ്മളെ തൊട്ടടുത്ത് തൂക്കം നടത്തുന്നൊരു അമ്പലത്തിൽ അവിടെ ഉത്സവമായി. പിന്നെ കൊഞ്ചറോള ക്ഷേത്രമൊക്കെ നമ്മളെ തിരുവനന്തപുരം ജില്ലയിലുള്ളവർക്ക് അറിയായിരിക്കും, മറ്റുള്ള ജില്ലയിലുള്ളവർക്ക് അറിയാൻ പറ്റില്ല. അവിടുത്തെ അമ്പലത്തിൽ നിങ്ങളെയൊക്കെ അതാത് ജില്ലകളിലുള്ളവരുടെ അമ്പലമൊന്നും നമുക്കും അങ്ങനെ അറിയാൻ പറ്റില്ല. പക്ഷേ ആറ്റുകാൽ അമ്പലം ലോകം മൊത്തം അറിയപ്പെടുന്നൊരു അമ്പലമാണ്. അപ്പം അവിടെ 5-ാം തീയതി, ഇവിടെ നമ്മുടെ കൊഞ്ചറോള കഴിയുമ്പോഴത്തേക്ക് 5-ാം തീയതി ആറ്റുകാൽ അമ്പലത്തിൽ ഉത്സവം തുടങ്ങുകയായി. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ വീഡിയോ എടുത്ത് നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും. കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ പൊങ്കാല വീഡിയോ ഒക്കെ കുറച്ചെടുത്ത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ കാണുന്നതൊക്കെ കുറവാണ്. ആൾക്കാരൊക്കെ നമ്മുടെ വീഡിയോ ഒന്നും അങ്ങനെ കാണുന്നില്ലെന്നേ. നമ്മളും നല്ല ഫേമസായ യൂട്യൂബറൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആറ്റുകാൽ അമ്പലത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ വിശേഷമായിട്ടൊക്കെ കാണാൻ ജനങ്ങൾ ലക്ഷങ്ങളും അല്ല അതുക്കും മേലെ ആൾക്കാർ കാണാനുണ്ടായിരുന്നു. പാവപ്പെട്ട നമ്മളെ പോലുള്ളവർ കഷ്ടപ്പെട്ട് വീഡിയോ എടുത്ത് നിങ്ങളെയൊക്കെ മുന്നിലെത്തിച്ചാൽ നിങ്ങൾക്ക് ആർക്കും കാണാൻ താല്പര്യമില്ല. അവരൊക്കെ എടുക്കുന്ന പോലെയാണ് ഇപ്പോൾ നമ്മളൊക്കെ എടുക്കുന്നത്. പക്ഷെ നമ്മുടേതായ ഫോണിന് വീഡിയോ എടുക്കുന്നത് കൊണ്ടാണോ എന്താ നമ്മളെ ഐഫോണും പിന്നീട് മൈക്കും സംഭവമൊന്നുമില്ലാണ്ട് നമ്മുടേതായ ഫോണിൽ നമ്മുടേതായ രീതിയിൽ നമ്മുടേതായ ശൈലിയിലാണ് നിങ്ങളോട് കഥ പറയുന്നത്. ഞാൻ മൈക്കും സംഭവമൊക്കെ വാങ്ങണമെന്നുണ്ട്. പക്ഷെ വാങ്ങാം, സമയമാവട്ടെന്നേ. നമ്മൾ ഇപ്പം മൈക്കൊക്കെ വെച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് മാത്രം അത്രയ്ക്കൊന്നും ഇതായില്ല. വീഡിയോ പൊതുവെ ഇപ്പം അങ്ങോട്ട് ഞാനൊക്കെ പണ്ട് വീഡിയോ തുടങ്ങിയ സമയത്തുണ്ടല്ലോ, ഞാനൊക്കെ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് നമ്മുടെ ഏത് വീഡിയോ ഇട്ടാലും പെട്ടെന്ന് ഒരു 100, 150, 200 പേരെങ്കിലൊക്കെ കയറി പോയിക്കൊണ്ടിരുന്ന പിന്നെ വീഡിയോ ഒക്കെ ഇപ്പം നമ്മളിട്ടാൽ അന്നൊക്കെ ഞാനൊക്കെ യൂട്യൂബ് തുടങ്ങുന്ന സമയത്ത് ഞാനൊക്കെ വിചാരിച്ച് പെട്ടെന്ന് എൻ്റെ ചാനലൊക്കെ റീച്ചാവുമെന്ന് വിചാരിച്ച്. അങ്ങനെയായിരുന്നു തുടക്കം മുതലേ. നമ്മളത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോയിക്കൊണ്ടിരുന്നു. അപ്പം ഞാനൊക്കെ കരുതി എൻ്റെ വീഡിയോ ഒക്കെ എൻ്റെ ചാനലൊക്കെ കയറി പെട്ടെന്ന് റീച്ചാവുമെന്ന് കരുതി. പക്ഷേ ഇവിടെ നാൾ കഴിയും തോറും ആകെ അങ്ങ് ഡൗണായി വരുന്നു. ഡൗണായി വരണം. എന്താണെന്നറിയില്ല. ഇപ്പം ഒരുപാട് ദിവസങ്ങൾ കഴിയും തോറും യൂട്യൂബറുടെ എണ്ണം കൂടി വരുന്നു. നമ്മളെക്കാളും കഴിവും ഒക്കെ ഉള്ളവർ കയറി അങ്ങ് വരുന്നുണ്ട്. അപ്പം നമ്മളെ പോലുള്ള പാവങ്ങൾ അങ്ങനെ അങ്ങ് സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. ഒരുപാട് കഴിവും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ് ഇപ്പോൾ യൂട്യൂബിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അവരൊക്കെ പെട്ടെന്ന് കയറി അങ്ങോട്ട് റീച്ച് ആവുന്നുണ്ട്. നമ്മളെ പോലുള്ള പാവങ്ങൾ ഇങ്ങനെ തട്ടിയും മുട്ടിയും പാചക വീഡിയോ ഇട്ടാലും ട്രാവൽ വീഡിയോ ഇട്ടാലും അമ്പല വിശേഷങ്ങൾ ഇട്ടാലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ എന്തെങ്കിലും കോപ്രായങ്ങൾ ഇട്ടാലും ഒക്കെ അങ്ങോട്ട് പോകുന്നില്ല. എന്തായാലും നമ്മൾ ഇറങ്ങി തിരിച്ച്, അപ്പം നമ്മളത് മുന്നോട്ട് വെച്ച കാല് പിന്നോട്ടില്ല, ഇറങ്ങി തിരിച്ചു പോയി. റീച്ചായില്ലെങ്കിലും നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ വീഡിയോ എടുത്ത് നിങ്ങളെ മുന്നിലെത്തി. എനിക്ക് കുളിച്ചതൊക്കെ ഒരു സൗണ്ടിനൊക്കെ ഒരു ബുദ്ധിമുട്ട്. ഫോണിന് എന്തായാലും ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളാവുന്നതിനും ഫോണിൻ്റെ ചാർജ് തീരുന്നതിനും അതിന് മാത്രം ഒരു മുടക്കവുമില്ല.
എത്ര ഫോണിന് ചാർജ് കയറ്റിയാലും ടപ്പേന്ന് ചാർജ് ഇറങ്ങിപ്പോകുന്നു. പെട്ടെന്ന് തീരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ 10% എന്തോ കാണിക്കുന്നുണ്ട്. നെറ്റും വലുതായിട്ട് കിട്ടുന്നില്ല. എല്ലാം കൊണ്ടും ആകെ ഒരു മന്ദഗതിയിലാണ് നമ്മുടെ പോക്കിപ്പോൾ. ലൈവൊക്കെ ചെയ്യണമെങ്കിൽ ലൈവും നല്ല പിന്നീട് നെറ്റൊക്കെ നല്ല ടപ്പയൊക്കെ ഉണ്ടെങ്കിലേ നമ്മൾ ലൈവൊക്കെ ചെയ്താൽ അത് ഒരുപാട് ആൾക്കാരിലെത്തുള്ളൂ. ഇതിങ്ങനെ കറങ്ങി കറങ്ങി നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, ലൈവും ആരോ അങ്ങോട്ട് എത്തുന്നില്ല. ഇപ്പം ലൈവ് ചെയ്തിട്ടും കാര്യമില്ല, വീഡിയോ ചെയ്തിട്ടും കാര്യമില്ല, അങ്ങനെ അങ്ങ് പോവുകയാണ്. തൊണ്ടയ്ക്കൊക്കെ പ്രശ്നമുണ്ടാണ് സംസാരിക്കുമ്പോൾ. നിങ്ങൾക്ക് തന്നെ അത് അറിയാൻ പറ്റും. നിങ്ങൾക്ക് തന്നെ എൻ്റെ സംസാരം കേൾക്കുമ്പോൾ അറിയാൻ പറ്റും ഒരു 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 ബുദ്ധിമുട്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ്. കൂടുതലൊന്നും ഞാൻ വലിച്ച് ഇഴച്ചുകൊണ്ട് കഥ പറഞ്ഞു പോകുന്നില്ല. ഇവിടെ അമ്പലത്തിലെത്തിയാന്തോ, അമ്പലത്തിൽ എത്തിയാന്നൊരു ഗുരുവായൂരപ്പ, അമ്പലത്തിലെത്തിയെന്ന് തോന്നുന്നു. ഇതിനെ മുകളിൽ കയറി കതവൊക്കെ അടച്ചിട്ടാൽ നമ്മളൊന്നും അറിയുന്നില്ല. അമ്പലത്തിലെത്തിയെന്ന് തോന്നുന്നു കേട്ടോ. വെടിക്കെട്ടൊക്കെ കേൾക്കുന്നുണ്ട്. എത്തിയിരിക്കും. തൊട്ടടുത്ത് അമ്പലമാണ്. പോകേണ്ട ഞാനാണ് ഇവിടെ ഇരുന്ന് കഥ പറയുന്നത്. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. ഇത്രയൊക്കെ തന്നെയാണ് പറഞ്ഞുകൊണ്ട് ഞാൻ ചോറും കറിയൊക്കെ വെച്ചു. പക്ഷേ വീഡിയോ ഒന്നും എടുത്തില്ല. ഞാൻ ലൈവ് വന്നേരം ഉച്ചയ്ക്ക് ലൈവ് വന്നാണ് ചോറും കറിയൊക്കെ വെച്ചത്. ലൈവിലും വലിയ ആൾക്കാരൊന്നുമില്ല. അമ്പലത്തിലെ പാട്ടിൻ്റെ സൗണ്ടിൻ്റെ ഇടയിൽ അതുമൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ചോറും കറിയൊക്കെ വെച്ച് ഇപ്പോൾ ചോറ് കഴിക്കണം. നേരത്തെ 12 മണിക്ക് 1 മണിക്ക് 2 മണിക്കും ഒക്കെ ഉറങ്ങിക്കൊണ്ടിരുന്ന ഞാനിപ്പം നേരത്തെ കിടക്കും കേട്ടോ. 11 മണിക്ക് മുന്നേ കിടക്കും. 11 മണിയും വലിയ സമയക്കുറവൊന്നുമല്ല, സമയം കൂടുതലാണ്. എന്നാലും ഞാൻ കിടക്കും. നേരത്തെ കിടന്നിട്ട് 3 മണിക്കൊക്കെ കഴിക്കാനുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് വിശേഷം. ഞാനും എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളുമാണ് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചത്. കൂടുതലൊന്നും കഥ പറയുന്നില്ല. അപ്പം നമുക്ക് പോകാം. ഇവിടെ എത്തി കേട്ടോ. മരുന്നടയിലെത്തി. മാലപ്പുറമൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. മാല ചാർത്തൽ കർമ്മമൊക്കെ ആയെന്ന് തോന്നുന്നു. അമ്മേ ദേവി പരാശക്തി എല്ലാം അറിയുന്നവളാണ് നീ. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. നമുക്ക് നിർത്താം. ഒരു പാട്ടൊക്കെ പാടണമെന്നുണ്ട്, പക്ഷേ തൊണ്ടയ്ക്ക് അങ്ങോട്ട് പറ്റുന്നില്ല. പാട്ട് പാടാനറിയില്ല, കൂട്ടുകൂടാനറിയില്ല, എട്ടും പൊട്ടും തിരിയാത്ത പാവാടക്കാരി, ഒരു തൊട്ടാവാടി ചിറകുള്ള പാവാട. ലൈന് കറക്റ്റാണോ ശരിയാണോ എന്നറിയില്ല. കണ്ണട വെച്ചാൽ സമയം അറിയാൻ പറ്റുള്ള. കണ്ണട വെക്കണം. എത്ര മിനിറ്റായിരുന്നു? കഥ പറഞ്ഞ് 8 മിനിറ്റ് കൂടുതലായി. അപ്പം എന്നാൽ ടാറ്റ ബൈ ബൈ. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര.